നമസ്കാരം. അംശി മുംബൈയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ഗായകരായ കാവാലം ശ്രീകുമാറും പ്രീത കണ്ണനും വിധികർത്താക്കളായി എത്തുന്ന ഗുഡ് വിൻ ഗോൾഡൻ വോയ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അംശി മുംബൈ का अपना റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയ്സ് 2016 ഈ വേദിയിൽ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു അശ്വിൻ. അശ്വിൻ, മെലഡി റൗണ്ടിന്റെ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്? ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ്. ഓക്കെ, ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? ഹൃദയവാഹിനി. ഹൃദയവാഹിനി. ആദ്യമായിട്ടാണ് പോണി ടെയിൽ കെട്ടിയിട്ട് ഒരു ആള് ഹൃദയവാഹിനി പാടാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സ്നേഹ തരംഗിണിയായി കാലമാകാശ ഗോപുര നിഴലിൽ കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കലക്കാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കലക്കാഞ്ചികൾ ചിന്തി സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി. അച്ഛനാമേരുവിൽ നീ ഉത്ഭവിച്ചു, അമ്മയാം താഴ്വര തന്നിൽ വളർന്നു. അച്ഛനാമേരുവിൽ നീ ഉത്ഭവിച്ചു, അമ്മയാം താഴ്വര തന്നിൽ വളർന്നു. അടുത്ത തലമുറ കടലായിരുമ്പി പ്രവാഹിനി മുന്നോട്ട് മുന്നോട്ട്. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര
കോൺഫിഡൻസ് സിംഗിങ് എന്ന് എനിക്ക് തോന്നി. അശ്വിന് നെർവസ്നെസ് ഉണ്ടായിരുന്നോ? കുറച്ചുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ദ ത്രോ, വോയിസിലുള്ള ഒരു ത്രോ കേട്ടിട്ട് തോന്നിയില്ല നെർവസ് ആയ പോലെ. എന്തായാലും നമുക്ക് ജഡ്ജസിലേക്ക് കടക്കാം. പ്രീത മാം. അശ്വിൻ, യെസ് മാം. നല്ല എഫേർട്ട്ലെസ് സിംഗിങ്. താങ്ക് യു. ഇത് ഭയങ്കര മേലെയുള്ളൊരു കോമ്പസിഷനാണ്. അതിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്ത് ഞങ്ങളെ നോക്കി പാടിയ ഏക പാർട്ടിസിപ്പൻറ്റ് ഇതുവരെ. ഓക്കെ, നല്ല ചിരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ തന്നെ നോക്കി. സാധാരണ പാർട്ടിസിപ്പൻസ് ഞങ്ങൾ ഈശ്വര അവരവിടെ ഇരിക്കുന്നു ഇങ്ങനെ നോക്കും, അവർ നോക്കുകയില്ല ഇങ്ങോട്ട്, അങ്ങോട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ നോക്കി. യു ഡിഡ് ദാറ്റ്. പിന്നെ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ മോനെ കുറച്ചും കൂടെ വേർഡ്സ് ലിറ്റിൽ മോർ ക്ലാരിറ്റി വരണം അതിൽ. ഒരു ലൂസായിട്ട് ഇങ്ങനെ പാടിയ മാതിരി തോന്നി വേർഡ്സ്, പ്രൊനൗൺസിയേഷൻ എല്ലാം. പിന്നെ സൂപ്പറായിരുന്നു. താങ്ക് യു. മേലെയെല്ലാം ഉഗ്രനായിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രീത മാം. ശ്രീകുമാർ സർ. എന്താണ് നമ്മളെ നോക്കി, പക്ഷെ കൂടുതൽ സമയം കണ്ണടച്ചിരിക്കായിരുന്നു. നല്ല കാര്യം അത്. താങ്ക് യു സർ. വിഷ്വലി ചിലപ്പോൾ അത് ചിലപ്പം ബോറായിരിക്കും, എങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യമാണ് കണ്ണടച്ച് പാടുന്നത്. കാരണം നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒരു നോക്കി പാടാൻ പറ്റും. അതെനിക്ക് തോന്നി. ആ കുടുംബയൊക്കെ വെച്ചിട്ട് പുറകിൽ പ്ലഗൊക്കെ ഉണ്ട്, അത് തിരിഞ്ഞെന്നല്ലേ കാണുള്ളൂ. ഉണ്ടോ? എന്താ പറയുക എനിക്കറിയില്ല. കാരണം കണ്ണടച്ചിട്ട് ആ എഫക്ട്ലെസ് ആയിട്ടുള്ള സിംഗിങ്ങും ഒരിക്കലും ഒരു സ്റ്റൈലുണ്ട്. നല്ല ടോപ്പ് വോയിസ് ആണ്. താങ്ക് യു സർ. അപ്പം അതുകൊണ്ട് തന്നെ ടോപ്പ് വോയിസ് മാത്രമുള്ള ഒരാൾക്ക് അത് അത്തരം പാട്ടുകൾ, അതാണ് പാട്ടുകളുടെ സെലക്ഷനിലാണ് ഇരിക്കുന്നത്. താഴോട്ടൊന്നും പോകുന്നില്ല അധികമായിട്ട്. അപ്പോൾ ടോപ്പ് വോയിസ് ആണ് നമ്മുടെ റേഞ്ച്, നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് അതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശ്രീകുമാർ സർ. അശ്വിൻ, ശ്രീകുമാർ സാർ പറഞ്ഞ മാതിരി തന്നെ പോണി ടെയിൽ, മുണ്ട്, ഹൃദയവാഹിനി ആകെപ്പാടെ ഒരു യോ മാച്ചിങ് ആണ് അല്ലേ? അപ്പോൾ എന്തായാലും എനിക്ക് ജഡ്ജ്മെന്റ് കേട്ടിട്ട് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ട് എന്തായിരിക്കും മാർക്സ് എന്ന്. നമുക്ക് പക്ഷേ അവരോട് തന്നെ ചോദിക്കാം. ശ്രീകുമാർ സർ. എന്ത് പറയാനാണ്, 47. താങ്ക് യു സർ. താങ്ക് യു സർ. പ്രീത മാം. ഞാനായിട്ടിപ്പോൾ എന്തിനാ കുറയ്ക്കണേ? 47. താങ്ക് യു. താങ്ക് യു. ഇതില് ഫോക്ക് റൗണ്ടിൽ 75 ഉള്ള ഒരാളാണ് കേട്ടോ. സ്കെയില് കുറഞ്ഞു പോയി. പാട്ട് പാടാൻ സ്കെയില് കുറഞ്ഞു പോയി. സ്കെയില് കുറഞ്ഞു പോയി അന്നല്ലേ? അല്ലെങ്കിലും ചേട്ടാ വോയിസിന്റെ ഒരു കൾച്ചർ വെച്ചിട്ട് പിന്നെ നാടൻ പാട്ടിന് കുറച്ചും കൂടെ നല്ല എനർജി ഉള്ള ഒരു അല്ലേ? എനിക്ക് അതിനെക്കാട്ടിലും ഇതായിരിക്കും കൂടുതൽ മെലഡി. അതും ഇങ്ങനത്തെ പാട്ടുകൾ ചേരും. കാര്യങ്ങൾ മാറി മറിയും സ്റ്റൈല് മാറുമ്പോൾ. ഓക്കെ അശ്വിൻ, അപ്പൊ നാടൻ പാട്ട് റൗണ്ടിൽ ഉണ്ടായിരുന്ന കുറവൊക്കെ ഈ റൗണ്ടിലൂടെ നികത്തിയില്ലേ? അപ്പൊ അശ്വിന്റെ ടോട്ടൽ മാർക്സ് 94 ഔട്ട് ഓഫ് 100. ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ബാക്കിയുള്ള റൗണ്ട്സിലൊക്കെ ഇതുമാതിരി തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീണ്ടും ഒരു മെലഡി ഗാനവുമായി നിങ്ങൾക്ക് മുന്നിൽ ഇതാ എത്തുന്നു ശ്രുതി മോഹൻ. ശ്രുതി, ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ശ്രുതിയുടെ വേറൊരു ബാനർ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രുതി ആക്ടിങ്ങും ചെയ്യും അല്ലേ? ചെയ്യും, നാടകങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. ഗായികയുമാണ്, ആക്ട്രസുമാണ്. വേറെ എന്തൊക്കെ കലാപരിപാടികളുണ്ട് കയ്യില്? ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ചെയ്യും. ഒന്നും വിട്ടിട്ടില്ല. പെയിന്റിങ് ചെയ്യാറുണ്ടോ? ഇല്ല, പെയിന്റിംഗ് ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിപ്പോ ഡാൻസ്, മ്യൂസിക് ആൻഡ് ആക്ടിങ് ഗിവൻ an ഓപ്ഷൻ, ഏത് ചൂസ് ചെയ്യും? മ്യൂസിക്. ആണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്. മ്യൂസിക് ആണ് കൂടുതൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഇന്നത്തെ പെർഫോമൻസും അതുമാതിരി നല്ല ബ്ലെസ്ഡ് ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? മാധുരമ്മ പാടിയ കണ്ണാരില കണ്ണ എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ ശ്രുതി, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
തോണിയിലെ പൊന്നു വീണു പൊന്ന്. പണ്ടൊരു പൂത്തിമിംഗലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി. നീ പണ്ടൊരു പൂത്തിമിംഗലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി. അന്നിന്റെ ചൂണ്ടയിൽ നീ കൊത്തി നിന്റെ പൊന്നിൽ നിന്നിറക കൊണ്ട് കണ്ണു പൊത്തി. നീന്തി വാ നിന്റെ പൊക്കിൽ താമരപ്പൂ എനിക്കു താ, എനിക്കു താ. കണ്ണാ നിലക്കണ്ണാ പാലാടി തിരയിലൊഴുകും മാലിലക്കണ്ണാ. ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എന്റെ തോണിയിലെ പൊന്നു വീണു പൊന്ന്. നീ പണ്ടൊരു മുനികുമാരനായി അന്നോ നിന്റെ വെൺമഴു പറന്നു വീണ നീരാടി. നീ പണ്ടൊരു മുനികുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാടി. അന്നിന്റെ വാതിലിൽ നീ മുട്ടി നിന്റെ പൊന്നോലക്കൊടിയിലും ഞാൻ മണ്ണു കൊത്തി. നീന്തി വാ നിന്റെ മെത്ത പൊന്മുടി മുത്തെനിക്കു താ, എനിക്കു താ. കണ്ണാ നിലക്കണ്ണാ പാലാടി തിരയിലൊഴുകും മാലിലക്കണ്ണാ. ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എന്റെ തോണിയിലെ പൊന്നു വീണു പൊന്ന്. കണ്ണാ കണ്ണാ. ശ്രുതി, നാടൻ പാട്ടിൽ കേട്ട ഒരു ശബ്ദമേ അല്ലല്ലോ. ആ നാടൻ പാട്ട് ഒരു വരി ഒന്ന് പാടാവോ? ആദി പിറന്ന മുത്തപ്പന്മാരെ കൂലോ പിറന്ന മുത്തിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരുവുമില്ലേ. 4 കോടി 2 വോയിസ് ബോക്സ് എടുക്കാം. അയ്യോ അങ്ങനെയൊന്നുമില്ല, പാട്ടിന്റെ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ ട്രൈ ഓക്കെ, അപ്പൊ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നുന്നത്? ഏത് ടൈപ്പ് ഓഫ് സിംഗിങ് ആണ്? ഇങ്ങനെ തുറന്ന് പാടുന്നതാണോ അതോ ഇപ്പൊ മെലഡി പാടിയ പോലെ ഏത് വോയിസ്, ഏതാണ് ഒറിജിനൽ വോയിസ്? അതാണ് എന്റെ ചോദ്യം. രണ്ടും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കൂടുതൽ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടം. ഇംഗ്ലീഷ് സോങ്സ് വെസ്റ്റേൺ സോങ്സും ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഇംഗ്ലീഷ് സോങ് ഒരു 2 വരി. If I should stay, I would only be in your way. So I go, but I know I think of you every step of. ട്രൂലി വേഴ്സറ്റൈൽ ശ്രുതി, ട്രൂലി വേഴ്സറ്റൈൽ. Thank you. ജഡ്ജ്മെന്റ് എന്തായാലും ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അമേസിങ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ പെർഫോമൻസിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് അറിയാം. ശ്രീകുമാർ സർ. Yes, sir. ശ്രുതി. Yes, sir. പേര് ശ്രുതി. ചിലർക്ക് ചില
ഇപ്പം എന്താണ് ഈ സുന്ദരി അല്ലേ എന്നൊക്കെ പേരിടുമ്പോൾ ഭയങ്കര നമുക്ക് അത് എന്താ എക്സ്പെക്ടേഷൻസ് ഉണ്ട് അതല്ലേ. ശ്രുതിയെ സംബന്ധിച്ചോളം എന്താണ് വെസ്റ്റേൺ പാടിയപ്പോൾ നല്ല ശ്രുതിയുണ്ട് അല്ലേ. മെലഡി പാടുമ്പോൾ ലേശൊരു ആദ്യം പ്രശ്നമായിരുന്നു, പക്ഷെ പിന്നീട് വളരെ നന്നായി പാടി. പല്ലവിയില് കണ്ണൻ എന്നുള്ള ആ ഭാഗത്ത് ഒന്നും കണ്ണൻ ശരിയായിട്ട് വന്നില്ല. പിന്നെ ആ മിഡ് പല്ലവി തൊട്ട് കണ്ണൊക്കെ ശരിയായി. അതിനുശേഷമാണ് കണ്ണൻ കടാക്ഷിച്ചത്. പല്ലവിയില് കണ്ണൻ കണ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുമായി ട്രാക്ക് ചെയ്തായിട്ടുള്ള ശ്രുതിയിൽ ലേശം പിഴവ് വന്നു. ബാക്കി എല്ലാം അസലായിട്ട് പാടി. ഞാൻ ആ റിഹേഴ്സൽ കേട്ടപ്പോൾ ഇതിനേക്കാളും നന്നായിരുന്നു. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് പേടി എന്ന് വെച്ചാൽ ഇത് നമുക്ക് വഴങ്ങാത്തൊരു മെലഡി എന്ന് പറഞ്ഞത് ശ്രുതിക്ക് വഴങ്ങാത്തൊരു മേഖലയാണെന്ന് ശ്രുതിക്ക് ഒരു ബോധമുണ്ട്. അതാ പ്രശ്നം. വെസ്റ്റേൺ പാടിയപ്പോൾ അതില്ല, മറ്റേ ഫോക്ക് പാടിയപ്പോൾ അതില്ല. ഫോക്കിലെ ഹയസ്റ്റ് മാർക്കാണ് 96 മാർക്സ് തൊട്ടാണ് അല്ലേ. അതെ. അപ്പോൾ ആ ഒരു മെലഡി ഒരു ബാക്കി എല്ലാത്തിലും കേമമാണ്. മെലഡിയും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതിന് ശ്രദ്ധിക്കാനൊന്നുമില്ല, നമുക്ക് കോൺഫിഡൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പാടുന്നുണ്ട്, പക്ഷെ എനിക്കത് വരുന്നില്ല എന്നൊരു തോന്നൽ, ഒരു ഭീതിയുണ്ട്. അത് മാറ്റിയെടുക്കണം. ബാക്കി എല്ലാം നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രീത മാം. ശ്രുതി, ശ്രീയേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് എൻ്റെ ഒരു ഏരിയ അല്ല, ഇവരിപ്പോൾ മെലഡി റൗണ്ട് വെച്ചു, ഇനിയിപ്പോൾ ഇത് പാടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ആ പല്ലവിയിൽ കണ്ണാന്നുള്ള ആ വിളിയൊന്നും അങ്ങനെ അനുപല്ലവി തൊട്ട് അതിന് ശേഷമുള്ളതെല്ലാം ശരിയായി. വിബ്രാട്ടോ ഒക്കെ നന്നായിരുന്നു. അതൊക്കെ ഗംഭീരമായിരുന്നു. അതൊക്കെ ഈ വെസ്റ്റേണിൻ്റെ ആ ഒരു ഇല്ലേ ചേട്ടാ, ആ ഒരു ട്രെയിനിങ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ടോട്ടലി നന്നായി. പക്ഷെ മെലഡി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാവരും എന്താ പറയുക, മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ മൾട്ടി സ്റ്റൈല് പരീക്ഷിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു മാം. അപ്പോൾ ശ്രുതി, ഫോർ ആ വേഴ്സറ്റൈൽ സിംഗർ, ഇന്നത്തെ പെർഫോമൻസിന് എന്താ മാർക്സ് എന്ന് ചോദിക്കാം. പ്രീത മാം. ഐ എം ഗിവിംഗ് യു 43. ശ്രീകുമാർ സർ. 43. So, Shrutiയുടെ total marks 86 out of 100. Shruti, not bad at all. വളരെ നല്ല മാർക്സ് ആണ്. Wish you all the best for all the further rounds. Thank you. മുംബൈ ഫാസ്റ്റ് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം. കാണിപ്പയ്യൂർ കൈകുട്ടികൾ സംഘം ഇതാദ്യമായി മുംബൈയിൽ നെരൂൾ അയ്യപ്പ ക്ഷേത്രാങ്കണത്തിലും മുള്ളുൺ ഭക്തസംഘത്തിലുമായി അരങ്ങേറിയ കേരളത്തിന്റെ തനത് നൃത്തരൂപം കൈകുട്ടികൾക്ക് ഏറെ പ്രചാരമുള്ള നഗരത്തിനും നൂതനാനുഭവമായി. മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നെരൂൾ അയ്യപ്പ ക്ഷേത്രത്തിലും മുള്ളുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അവതരിപ്പിച്ച കാണിപ്പയ്യൂർ സംഘത്തിന്റെ കൈകൊട്ടിക്കളി കാണികളിൽ വേറിട്ട സൗന്ദര്യാത്മകത ഉണർത്തി. കാണിപ്പയ്യൂർ ശ്രീലതാനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു കൈകൊട്ടിക്കളി. 14 സംവത്സരങ്ങളുടെ നീണ്ട പരിചയ സമ്പത്തുമായി വേദി വിട്ടു വേദികൾ ചുറ്റി മുംബൈയിലും കാണിപ്പയ്യൂർ സംഘത്തിന്റെ കൈകൊട്ടിക്കളി അവതരണം അവിസ്മരണീയമായിരുന്നു. നാട്ടിലാവുമ്പോൾ കയറ് വെച്ചിട്ടുള്ള പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അവതരിപ്പിക്കാറ്. നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു 5-6 സ്റ്റേജുകളിലേ ചെയ്തിട്ടുള്ളൂ. ഇത്തവണ മുംബൈയിലേക്ക് വരുന്ന പ്രമാണിച്ച് ഒരു സാരി വെച്ചിട്ട് താളവൈവിധ്യം, ക്രിയാത്മക പാദചലനങ്ങൾ, അതിനനുസരിച്ച കൈമുദ്രകൾ എല്ലാം പരമ്പരാഗതവും പുതുമയും ഇടകലർന്നതായിരുന്നു. പാരമ്പര്യ രാഗങ്ങളെ ഈ കലാരൂപത്തിനനുസരിച്ച് രാഗമാറ്റം നടത്തിയതും അനുയോജ്യകരമായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ആഗ്രി മഹോത്സവത്തിന് ഡോംബിവിലിയിൽ കൊടിയേറി. മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ കലാ സാംസ്കാരിക മാമാങ്കത്തിലെ 100-ലധികം സ്റ്റാളുകളിലായി നടക്കുന്ന ഭക്ഷ്യ വിപണന മേളയാണ് പ്രധാന ആകർഷണം.
ദിവസേന 10,000-കണക്കിന് ജനങ്ങളാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രദർശന വിനിമയ സ്റ്റാളുകൾക്കൊപ്പം മലയാളി സാന്നിധ്യവും പ്രകടമാണ്. ഇൻഫന്റ് ജീസസ് ട്രസ്റ്റ് വിക്രോളിയുടെ ആഭിമുഖ്യത്തിൽ ഗോദ്രേജ് മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ വൈദ്യ പരിശോധന സംഘടിപ്പിക്കുന്നു. ഇന്ന് ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ 4 മണി വരെ സേവനം ലഭ്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഫാസിസ്റ്റോടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക്